Hi, I am Rojis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 NEET examination result വന്നു. ഇനി എന്ത്? ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് ശേഷം എനിക്കൊരു മികച്ച ക്യാമ്പസും കോഴ്സും ലഭിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോയാണ് നാം ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുക. ഈ റിസൾട്ട് വന്ന മൊമെൻറ്റിൽ ആലപ്പുഴ ആൽഫ അക്കാഡമി അധികം സന്തോഷത്തിലാണ്. കാരണം 720ൽ 710 എന്ന ടോപ്പ് സ്കോർ ആൽഫ അക്കാഡമിയിലെ കൊച്ചുമുടുക്കൻ ആദിത്യൻ സ്കോർ ചെയ്തു. ഇതിനോടൊപ്പം 80 കുട്ടികൾ പഠിക്കുന്ന ആൽഫ അക്കാഡമിയുടെ ബാച്ചിൽ നിന്നും എറൗണ്ട് 20-25 കുട്ടികളാണ് ഡോക്ടർ ഡെസിഗ്നേഷനിലേക്ക് എത്താൻ പോകുന്നത്. 677 മാർക്ക് സ്കോർ ചെയ്ത ഡെനിൽ ഐസക് ഉൾപ്പെടെ ഏറ്റവും നല്ലൊരു വിജയം ആൽഫ അക്കാഡമിക്ക് നേടാൻ സാധിച്ചു. ഇതുപോലെ കേരളത്തിൽ നിന്നും ഓൾ ഇന്ത്യയിൽ നിന്നും നീറ്റ് എക്സാമിനേഷൻ എഴുതിയ ഏറ്റവും മികച്ച റാങ്കുകൾ കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികളെയും ഈ നിമിഷം അഭിനന്ദിക്കാനും ആൽഫ അക്കാഡമി അവസരം പ്രയോജനപ്പെടുത്തുന്നു. ഇനി നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പം നമുക്കറിയാം, നീറ്റ് എന്നൊരു എക്സാമിനേഷൻ നാം എഴുതി NTA ഓൾ ഇന്ത്യ കൗൺസിൽ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഇതുപോലെ തന്നെ ഇനി സ്റ്റേറ്റും ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതായത് ഒറ്റ പരീക്ഷയിൽ നിന്നും 2 റാങ്ക് ലിസ്റ്റ്. ഈ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ വന്നതിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് ഏകദേശം 1 ലക്ഷത്തോളം MBBS സീറ്റുകളുണ്ട്. അതുപോലെ 28,000ഓളം BDS സീറ്റുകളുണ്ട്. ഇതിനോടൊപ്പം BSc നഴ്സിംഗിൻ്റെ സീറ്റുകളുണ്ട്. ഈ സീറ്റുകളിൽ MBBSൻ്റെയും BDSൻ്റെയും BSc നഴ്സിംഗിൻ്റെയും ഒക്കെ സീറ്റുകൾ ഫില്ല് ചെയ്യാൻ, ആ സീറ്റുകളുടെ 15% ഫില്ല് ചെയ്യാനാണ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങും ഓപ്ഷൻ രജിസ്ട്രേഷനും കൗൺസിലിങ്ങും ഒക്കെ നടക്കുക. അപ്പോൾ ഈ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നാം ഒരു കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുക്കണം. അതിലൂടെ എവിടെയാണ് അഡ്മിഷൻ കിട്ടുന്നത്? ഇന്ത്യ മുഴുവനുള്ള MBBSൻ്റെയും BDSൻ്റെയും 15% സീറ്റിലേക്ക്, എല്ലാ സ്റ്റേറ്റിലെയും 15% സീറ്റിലേക്ക്. ഇതുകൂടാതെ 100% സീറ്റുകൾ ഫില്ല് ചെയ്യുന്ന ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഉണ്ട്. ഏതൊക്കെയാ? AFMCയുടെ മുഴുവൻ സീറ്റുകളും, എയിംസിൻ്റെ ക്യാമ്പസുകളിലെ ഏകദേശം 21ഓളം എയിംസുകളുടെ മുഴുവൻ 100% സീറ്റുകളും ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയാണ് ഫില്ല് ചെയ്യുന്നത്. ഇതിനോടൊപ്പം നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന ജിപ്മറിൻ്റെ ക്യാമ്പസുകൾ, പുതുശ്ശേരിയിലെ കാരക്കലിലുള്ള ജിപ്മറിൻ്റെ ക്യാമ്പസുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസുകൾ, അലിഗഡ് യൂണിവേഴ്സിറ്റി, വർദ്ധമാൻ മഹാവീർ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇതുപോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ 100% സീറ്റും ഫില്ല് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയാണ്. ആ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ NRI സീറ്റിൻ്റെ 100% സീറ്റ് ഫില്ല് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയാണ്. ഇതിനോടൊപ്പം ESI മെഡിക്കൽ കോളേജുകളുടെ IP വാർഡ് സീറ്റുകളിലേക്കുള്ള 100% സീറ്റും, ESI മെഡിക്കൽ കോളേജുകളുടെ 50% സീറ്റ് അതാത് സ്റ്റേറ്റിനുള്ളതാണ്. ബാക്കി വരുന്ന 15% സീറ്റ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലുള്ളതാണ്. അതിനുശേഷമുള്ള 35% സീറ്റ് എന്ന് പറയുന്നത് ESI IP വാർഡ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. ആ സീറ്റിൻ്റെ 100% സീറ്റ് ഫില്ല് ചെയ്യുന്നതും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയാണ്. ഇങ്ങനെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ MBBSൻ്റെയും BDSൻ്റെയും 15% ഇന്ത്യ മുഴുവനുള്ള സീറ്റുകളും ഗവൺമെൻറ് സീറ്റുകളും, ബാക്കി വരുന്ന കുറേയധികം മികച്ച ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളുടെ 100% സീറ്റിലേക്കും ഒരു അഡ്മിഷൻ നേടാൻ NTA ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ നാം പങ്കെടുക്കണം. ഈ നീറ്റിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് ഓരോ സ്റ്റേറ്റും അവരവരുടേതായ സ്റ്റേറ്റിലെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യും. നമ്മുടെ കേരളത്തിലെ എൻട്രൻസ് കമ്മീഷണർ കീം വഴി കേരളത്തിലെ മെഡിക്കലിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് MBBSൻ്റെയും BDSൻ്റെയും 15% സീറ്റ് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഫില്ല് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന 85% സീറ്റ് ഫില്ല് ചെയ്യുന്നത് ഈ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. MBBSൻ്റെയും BDSൻ്റെയും 85% സീറ്റ് സ്റ്റേറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന കോഴ്സുകൾ, കേരളത്തിൽ തന്നെ MBBSും BDSും കൂടാതെ വരുന്ന കോഴ്സുകൾ, അത് ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, ബയോടെക്നോളജി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, എൻവിറോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ, ഇതേപോലുള്ള കോഴ്സുകളുടെ എല്ലാം മുഴുവൻ സീറ്റുകളിലേക്കും അഡ്മിഷൻ ഫില്ല് ചെയ്യുന്നതും സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിലൂടെയാണ്. അപ്പോൾ നീറ്റിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് 2 റാങ്ക് ലിസ്റ്റുകൾ, ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റും സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റും. ഈ 2 റാങ്ക് ലിസ്റ്റിലൂടെയാണ് നമുക്ക് ഓൺലൈൻ പ്രോസസ്സിങ്ങിലും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും കൗൺസിലിങ്ങിലും പങ്കെടുത്ത് നമുക്ക് സീറ്റുകൾ ഉറപ്പാക്കേണ്ടത്. ഇനി ഈ സ്റ്റേറ്റിൽ വരുന്ന ക്യാമ്പസുകൾ,
ആ ക്യാമ്പസുകൾ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് സീറ്റുകളുണ്ട്, പ്രൈവറ്റ് സീറ്റുകളുണ്ട്, പ്രൈവറ്റ് സീറ്റുകളുടെ NRI സീറ്റുകളുണ്ട്. ഇതെല്ലാം സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിലൂടെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതർ സ്റ്റേറ്റിലെ ഒരു പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ നാം എന്ത് ചെയ്യണം? ഇന്ത്യ മുഴുവനുള്ള ഓരോ സ്റ്റേറ്റുകളിലെയും പ്രൈവറ്റ് സെക്ടറിലെ 15% സീറ്റിലേക്ക് അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് എലിജിബിലിറ്റി ഉണ്ട്. എക്സാമ്പിൾ, കേരളത്തിലുള്ള മുഴുവൻ പ്രൈവറ്റ് സീറ്റുകളുടെയും 15%ലേക്ക് അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റുകളായ തമിഴ്നാട്, കർണാടകം, ഇങ്ങനെ ഇന്ത്യ മുഴുവൻ സ്റ്റേറ്റുകളുടെയും പ്രൈവറ്റ് സെക്ടറിലെ 15% സീറ്റിലേക്ക് അതാത് സ്റ്റേറ്റ് വൈസ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതാത് സ്റ്റേറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണോ തുടങ്ങുന്നത് ആ സമയത്ത് നാം അപ്ലൈ ചെയ്യുകയും അഡ്മിഷൻ എടുക്കുകയും വേണം. മറ്റുള്ള സ്റ്റേറ്റുകളുടെ ഗവൺമെൻറ് സീറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ എലിജിബിലിറ്റി ഇല്ല, നമുക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കില്ല. മറ്റുള്ള സ്റ്റേറ്റുകളുടെ 15%ൽ മാത്രമാണ് ഗവൺമെൻറ് സെക്ടറിൽ നമുക്ക് എലിജിബിലിറ്റി ഉള്ളത്. അത് ഫില്ല് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയാണ്. അപ്പം നമുക്ക് 2 കൗൺസിലിങ്ങിൽ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാം. മെയിനായി ഫസ്റ്റ് വൺ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങും സെക്കൻഡ് വൺ സ്റ്റേറ്റ് കൗൺസിലിങ്ങും. ഇനി തേർഡ് വൺ കൗൺസിലിംഗ് ഉണ്ട്. അത് മറ്റുള്ള സ്റ്റേറ്റുകളിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റുകളുടെ 15% സീറ്റിലേക്ക് അതർ സ്റ്റേറ്റ് വൈസ് നമുക്ക് അപ്ലൈ ചെയ്ത് അഡ്മിഷൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യാം. ഇനി ഓരോ സ്റ്റേറ്റും നാം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം MBBS എന്ന് പറഞ്ഞൊരു കോഴ്സ് ആവട്ടെ, BDS ആവട്ടെ, മറ്റുള്ള കോഴ്സുകൾ ഏതുമാവട്ടെ, നമ്മളൊരു ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ നാം പങ്കെടുക്കുമ്പോൾ ഏറ്റവും റീസണബിൾ ഫീസിലാണ് നമുക്ക് പഠിക്കാൻ പറ്റുക. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളായ AFMCയുടെ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 4000 റുപ്പീസ് മാത്രമാണ്. ഇനി അതിനോട് ബേസ് ചെയ്തിട്ട് എയിംസിൻ്റെ ക്യാമ്പസിലുമൊക്കെ 5000 റുപ്പീസ് മാത്രമാണ് ഫീസ് വരിക. ഇതുപോലെ ഏറ്റവും റീസണബിൾ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന ധാരാളം ക്യാമ്പസുകളുണ്ട്. ഓരോ സ്റ്റേറ്റ് വൈസും വ്യത്യാസങ്ങളുണ്ട്. കേരളത്തിലെ ഒരു MBBS ഗവൺമെൻറ് സീറ്റിലാണ് നമ്മൾ അഡ്മിഷൻ നേടുന്നതെങ്കിൽ MBBSൻ്റെ ഫീസ് 28,000 റുപ്പീസ് മാത്രമാണ്. ഇങ്ങനെ ഓരോ സ്റ്റേറ്റുകളും നാം നോക്കി മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ഏറ്റവും മികച്ച ക്യാമ്പസുകൾ ഏതാണ്, അവിടുത്തെ ഫീസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി വേണം നാം ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ. ഇതിനോടൊപ്പം ഓരോ സ്റ്റേറ്റിലെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെയും ഫീസുകൾ ഡിഫറൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം കേരളത്തിൻ്റെ MBBSൻ്റെ പ്രൈവറ്റ് സെക്ടറിലെ ഫീസ് എന്ന് പറയുന്നത് 8 ലക്ഷം രൂപ എറൗണ്ടാണ്, 8 lakhs റുപ്പീസ് എറൗണ്ടാണ്. ഇതിൽ കുറവുള്ള സ്റ്റേറ്റുകളുണ്ട്, ഇതിൽ കൂടുതലുള്ള സ്റ്റേറ്റുകളുമുണ്ട്. അപ്പം അതർ സ്റ്റേറ്റിലെ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ നമ്മുടെ അഡ്മിഷന് വേണ്ടി നാം സെർച്ച് ചെയ്യുമ്പോൾ ഫീസുകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ ക്യാമ്പസുകളും നാം അഡ്മിഷൻ നേടാൻ മൂവ് ചെയ്യുവാൻ. ഇതിനോടൊപ്പം ഓൾ ഇന്ത്യ കൗൺസിലിലൂടെ അഡ്മിഷൻ കിട്ടുന്ന MBBSനെയും BDSനെയും പോലെ തന്നെ ഏറ്റവും മികച്ച ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ BSc നഴ്സിംഗും ഏതൊക്കെ ക്യാമ്പസുകളിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കി നാം ഇതിനോടൊപ്പം അപ്ലൈ ചെയ്യണം. ഇനി വിദ്യാർത്ഥികൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റോടുകൂടി അപ്ലൈ ചെയ്യുന്ന മറ്റൊരു കോഴ്സാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഓരോ സ്റ്റേറ്റിലെയും അഗ്രികൾച്ചർ ക്യാമ്പസുകളുണ്ട്. അതുകൂടാതെ CUET എന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അപ്ലൈ ചെയ്തതിലൂടെ ഇന്ത്യ മുഴുവനുള്ള അഗ്രികൾച്ചർ ICAR യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി പോലെയുള്ള അഗ്രികൾച്ചർ സെക്ടറിലെ 13ഓളം കോഴ്സുകളിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ CUET എന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ മാർക്കിനെ ബേസ് ചെയ്ത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ നമുക്ക് 15% സീറ്റിൽ അപ്ലൈ ചെയ്യാം. ഇതിനോടൊപ്പം സ്റ്റേറ്റ് വൈസ് വരുന്ന റാങ്ക് ലിസ്റ്റിലൂടെയും ഓരോ സ്റ്റേറ്റിലെയും ബാക്കി വരുന്ന 85% സീറ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഓരോ സ്റ്റേറ്റിൻ്റെയും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെയും ഒക്കെ കൗൺസിലിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസുകൾ, ബെസ്റ്റ് കോഴ്സുകൾ, ഏറ്റവും നമ്മുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും ഈസിയായും ബെസ്റ്റും നമുക്ക് ചൂസ് ചെയ്യേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സുകൾ, ഒരു ഓൺലൈൻ പ്രൊസീജിയറിൽ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡുകൾ എല്ലാം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഈ ആൽഫയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് വാങ്ങിയതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് ഇനി വരാൻ പോകുന്ന കൗൺസിലിംഗ് പ്രോസസ്സിങ്ങിൽ നാം കൃത്യമായിട്ട് പങ്കെടുക്കാൻ. അങ്ങനെ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് ഏറ്റവും മികച്ച ക്യാമ്പസുകളും കോഴ്സുകളും നേടിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. ഇനി ഇതിനോടൊപ്പം നമുക്കറിയാം 2024 എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു ഈസി എക്സാമിനേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം കുട്ടികളാണ് മാർക്കുകൾ കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത്.
കഴിഞ്ഞ വർഷം 130 മാർക്കിൽ ബിലോയാണ് കട്ട് ഓഫ് മാർക്കെങ്കിൽ ഈ വർഷം 160 മാർക്ക് എബോവ് ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അത്രയും മാർക്കിൻ്റെ ഒരു ഡിഫറൻസ് ആണ് കട്ട് ഓഫിൽ തന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതുപോലെയാണ് വിദ്യാർത്ഥികൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് ആൽഫ അക്കാഡമിക്ക് പ്രത്യേകം പറയാൻ സാധിക്കും, ഈ വർഷത്തെ പരീക്ഷയിലൂടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ക്യാമ്പസോ കോഴ്സോ ലഭിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാരണമില്ല. 2025 എക്സാമിനേഷൻ നിങ്ങളുടേതാക്കി മാറ്റാം. കാരണം 2024 എൻട്രൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആലപ്പുഴയിലെ സിംഗിൾ സെൻറ്ററിൽ ഒറ്റ ബാച്ചിലായി പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ നിന്നും അറൗണ്ട് 20 to 25 സ്റ്റുഡൻസ് ആണ് ഡോക്ടറേറ്റ് ഡെസിഗ്നേഷനിലേക്ക് എത്തുന്നത്. 720ൽ 710 ആണ് ആൽഫ അക്കാഡമിയുടെ ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നല്ല മാർക്കിലേക്കും ഇത്രയും ഉയർന്ന വിദ്യാർത്ഥികളെയും ഒറ്റ ബാച്ചിൽ നിന്നും എത്തിച്ച ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആൽഫ അക്കാഡമി. 24 ഇയേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ ഫീൽഡിലെ എൻട്രൻസ് ഫീൽഡിലെ എക്സ്പീരിയൻസ് ആണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കെയറിലൂടെ അവരെ വിജയത്തിലെത്തിക്കുന്നത്. പിന്നെ ധാരാളം കുട്ടികളും ബ്രാഞ്ചുകളിലൂടെയുള്ള അഡ്വർടൈസ്മെൻറ്റുകളൊന്നുമില്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയിക്കാൻ വേണ്ട കഴിവുകൾ വളർത്തിക്കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ആൽഫ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷനിൽ നല്ലൊരു സീറ്റും ക്യാമ്പസും കിട്ടിയില്ല, എനിക്ക് ഏറ്റവും മികച്ച സ്കോർ നേടാൻ സാധിച്ചില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആൽഫയുടെ ക്യാമ്പസിൽ വരാം. നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്ത് സ്കോളർഷിപ്പോടെ പഠിക്കാം, സൗജന്യമായി പഠിക്കാം. ഇതിലൊക്കെ ഉപരി വിജയം നേടി മടങ്ങാം. അതാണ് ആൽഫയുടെ ചരിത്രം. ബെസ്റ്റ് വിഷസ്.